തുടങ്ങിയാലോ? ഓക്കെ. സുഹൃത്തുക്കളെ, ഞാൻ അമിതാഭ് അത്യാസക്ത രോഗി. ദൈവസഹായത്താലും എന്നുള്ള അത്ഭുതമായി കൂട്ടായ്മകളിലുണ്ട്. നിർദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജീവിക്കേണ്ടി വന്നില്ല. എന്റെ പേര് അശോക്. ഹായ് അശോകൻ ചേട്ടൻ. ഹായ് ഹലോ, ഹായ് ഹായ്. എല്ലാവർക്കും നമസ്കാരം. 145 പേജാണ് എന്നുള്ളത്. ആസ് വിൽ സീ ഇറ്റ്, ബെല്ലിന്റെ ദാർശനികത. അല്ലെ, ബെല്ലിന്റെ ദർശനങ്ങളാണ്. അപ്പോ 145 പേജില് 2 ഭാഗമായിട്ടാണ്. ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്വം എടുക്കല്. അത് 2 ഭാഗമായിട്ടാണ്. 12 and 12 എന്നാണ് രണ്ടും എടുത്തിട്ടുള്ളത്. ഒന്ന് പേജ് 77, ആദ്യത്തെ കുറച്ച് വരികള്. പിന്നെ ഒരു സെന്റൻസ്, അത് പേജ് 87. നമുക്ക് പേജ് 77 ആദ്യം നോക്കാം. പേജ് 77 എന്ന് പറഞ്ഞാൽ 8-ാം പടി. 8-ാം പടി ലേഖനത്തിലെ 2ാമത്തെ പാരഗ്രാഫ്. 2ാമത്തെ പാരഗ്രാഫിലെ 8-ാം പടി എന്താണെന്നൊന്ന് ഓർക്കാം നമുക്ക്. ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരും പട്ടിക തയ്യാറാക്കി അവരോട് പരിഹാരം ചെയ്യാൻ തയ്യാറായി. ആ പട്ടിക തയ്യാറാക്കലാണ് ഉപദ്രവിച്ചവർ. 18-ാം പടി. അപ്പോൾ അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എന്താ വെച്ചാൽ ഇത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, ഇത് വായിക്കാം. മലയാളം ഇതിലുള്ളതുകൊണ്ട് എന്റെ ട്രാൻസ്ലേഷന്റെ ആവശ്യമില്ല. അപ്പോൾ ഏതു തരത്തിലുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരോടും വളരെയധികം സമാധാനത്തോടും സഹകരണത്തോടും സാഹോദര്യത്തോടും ജീവിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നത് ഹൃദയസ്പർശിയായ ആകർഷണീയമായ ഒരു സാഹസികതയാണ്. ഓരോ എയും ആദ്യമായി താൻ ഭൂതകാലത്തിലെ തന്റെ ചെയ്തികളെക്കുറിച്ച് പുനർവിചാരം നടത്താതെയും താൻ മറ്റുള്ളവർക്ക് വരുത്തിവെച്ച നാശങ്ങളെക്കുറിച്ച് കൃത്യമായ ഒന്നും വിട്ടുകളയാത്ത വിശകലനം നടത്താതെയും തുടരുന്ന പക്ഷം ജീവനത്തിന്റെ ഈ പുതിയ സാഹസികതയിൽ തനിക്ക് വലിയ പുരോഗതിയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒരു ചെറിയ അളവിൽ ധാർമ്മിക കണക്കെടുപ്പ് നടത്തുമ്പോൾ അവൻ ഇത് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എത്ര ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ താൻ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായി തന്റെ ശ്രമങ്ങളെ ഇരട്ടിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. അപ്പൊ അത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. അതായത് ബിഗ് ബുക്കില് നമ്മളുടെ എന്താ പറയാ, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം എന്നുള്ള ആ അധ്യായത്തിന്റെ അവസാനമായിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇത് ഇംഗ്ലീഷാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണെന്ന് തന്നെ പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ മറ്റേ ബുക്ക് ഞാൻ എടുത്തിട്ടില്ല കഴിഞ്ഞു. അപ്പൊ പിന്നെ അത് തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. നമ്മളെ ഉത്തരവാദിത്തം എടുക്കും എന്റെ ചെയ്തികളിലൊക്കെ. അതില് 8-ാം പടിയില് ആണ് അത് തുടങ്ങുന്നത്. ആ ഉത്തരവാദിത്തം തുടങ്ങുന്നത്. മറ്റ് 7-ാം പടി വരെ അവനവനെ ശുദ്ധീകരിക്കലായിരുന്നു, ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു അതുവരെ. ഇനി 8-ാം പടി പോലെ എന്താണ്? ഞാൻ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുക, അവരോടൊക്കെ പരിഹാരം ചെയ്യുക. 8, 9 പടികളാകാം. അവിടെയാണ് ശരിക്കും ഉത്തരവാദിത്വം വേണ്ടത്. ധൈര്യം വേണം. അതായത് ഞാൻ ചില ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം, അത് വേറെ വിഷയമാണ്. പക്ഷെ അതൊക്കെ ആ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ധൈര്യത്തോടുകൂടി വേണം പോവാൻ. അതാണ് ഇവിടെ ആദ്യത്തെ ഈ സെന്റൻസ് തന്നെ പറഞ്ഞത്. ഏതു തരത്തിലുമുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരോടും വളരെയധികം സമാധാനത്തോടും സഹകരണത്തോടും സാഹോദര്യത്തോടും ജീവിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നത് ഹൃദയസ്പർശിയായ ആകർഷണീയമായ ഒരു സാഹസികതയാണ്, അഡ്വഞ്ചറാണ്. എല്ലാവരോടും നമുക്ക് എങ്ങനെയാണ് സഹിഷ്ണുതയോടും ക്ഷമയോടും കൂടി കണ്ട് എല്ലാവരെയും തുല്യരായി കാണാം. ഏലുള്ളവർ മാത്രമല്ല, നമ്മുടെ പൊതുജീവിതത്തിൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് വലിയൊരു അഡ്വഞ്ചറസ് ടാസ്ക് ആണ്. പലപ്പോഴും നമ്മളുടെ ഈഗോ ബാക്കിലേക്ക് വരും, ചിന്തകൾ ബാക്കിലേക്ക് വരും. നമ്മളുടെ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ കാര്യമാണ്. എന്റെയൊക്കെ ധാരാളം വലിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ചില ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ എന്നുള്ളത് എനിക്കറിയാം.
പക്ഷെ അത് തുറന്ന് സമ്മതിക്കാൻ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. എന്താ കാരണം എന്നുണ്ടെങ്കിൽ അവരെന്നെ ഉപദ്രവിച്ചു പറഞ്ഞു. അപ്പൊ അതിന് പകരല്ല ഞാൻ ചെയ്തു. ഉരുളയ്ക്ക് ഉപ്പേരി കൊടുത്തതല്ല. ഞാൻ പലരെയും അധികം ഉപദ്രവിച്ചിട്ടുള്ളത് വാക്കുകൊണ്ടാണ്. വാക്കുകൊണ്ട് കണ്ടമാനം പേരെ ഉപദ്രവിച്ചു. പേര് വന്നതിന് ശേഷം ധാരാളം ഉണ്ടായി. ഓർമ്മയുള്ളതും അറിയുന്നതും പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നീട് അത് അങ്ങനെ തുടരാതിരിക്കും. അപ്പോ ഞാൻ ആദ്യം അത് വിചാരിച്ചിരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് വേണ്ടത്. ഒരാൾ പറയുമ്പോൾ മറുപടി കൊടുക്കണം. പക്ഷെ പിന്നെ മനസ്സിലാവണം അതൊക്കെ ചിലപ്പോ അവരെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ചർച്ചകളിലോ പറയുമ്പോൾ സംസാരിക്കുന്ന രീതിയല്ല പറയുന്നത്. ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭാവിയിൽ അയാളുടെ പ്രശ്നങ്ങളെ പോലെ ഇതുണ്ടാവാനുള്ള എന്താ പറയാ അയാളുടെ ജീവിതത്തിലേക്ക് തന്നെ അത് ബാധിക്കുന്ന വിധം. അത് തന്നെ പലതും എനിക്ക് പരിഹാരം ചെയ്യാൻ പറ്റിയില്ല. അത് തന്നെ അവരുടെ ഭാഗമാണ്. അത് അതൊന്നിപ്പോ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഇഷ്ടം എനിക്ക് എടുക്കണം. ഉദാഹരണത്തിന് ഞാൻ പറയാം, എനിക്ക് പരിഹാരം ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു ഞാൻ ജോലിയിലുള്ള കാലത്ത് ഞാൻ എൻ്റെ സബോർഡിനേറ്റ് ആയിരുന്ന ഒരാളെ അയാളുടെ എന്താ പറയാ ചില ജോലി കാര്യങ്ങളും ചെയ്യുന്ന രീതികളും ഒന്നും ശരിയായിരുന്നില്ല. പല കാര്യങ്ങളിലും അയാൾ കള്ളത്തരങ്ങളും വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാതിരിക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പലതവണ വാൺ ചെയ്തിട്ടും പറ്റിയില്ല. അവസാനം അയാളെ ചാർജ് ഷീറ്റ് ചെയ്യും. അപ്പൊ അതേപോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് വാണിംഗ് കൊടുത്തു, ഒഫീഷ്യലായിട്ടുള്ള വാണിംഗ് കൊടുത്തു. അപ്പൊ അതൊക്കെ ചിലപ്പോൾ പിന്നീട് അറിയില്ല, പിന്നെ ഞാൻ പോകുന്നു, പിന്നീട് ചിലപ്പോൾ അയാളുടെ പ്രൊമോഷനൊക്കെ ബാധിച്ചിട്ടുണ്ടാവും. എന്തിന് എയില് വന്നിട്ട് തന്നെ ചില എയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ വരുമ്പോൾ ചില ആൾക്കാർ ചില ഫ്രോഡുലന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ അതിലൊക്കെ പല രീതിയിലും അവർക്ക് എന്താ പറയുക മൊത്തം എയുടെ കോമൺ വെൽഫെയർ നോക്കിയിട്ടാണ് പെരുമാറിയതുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് അതിനൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. അവരൊന്നും ഞാൻ ആ കാര്യത്തിൽ ഞാൻ അന്ന് ലിസ്റ്റിലൊന്നും എടുത്തിട്ടില്ല. പക്ഷേ പിന്നീട് ഒരു അവസരം വന്നപ്പോ ഞാൻ അപ്പോഴും അവർ ചെയ്ത പ്രവൃത്തി ന്യായീകരിക്കല്ല ചെയ്തു. അവരുടെ കുറ്റത്തിനെ എയെ മൊത്തം ക്ഷമിച്ചു എന്നുള്ളൊരു അവസരം വന്നപ്പോൾ ഞാനും അതിന്റെ കൂടെ നിന്നു. അതെനിക്ക് ചെയ്യാൻ പറ്റിയ പരിഹാരം, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം തെറ്റ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തത് തന്നെയാണ്. അത് പക്ഷെ മൊത്തം എയെ ബാധിക്കുന്നതായിരുന്നു ഇന്ത്യ അങ്ങനത്തെ ചില കേസുകളായിരുന്നു. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ അങ്ങനെ നിൽക്കേണ്ട എന്താ പറയാ അത് ആദ്യം കണ്ടുപിടിക്കപ്പെട്ടപ്പോ അതിനെതിരെ തന്നെ പ്രവർത്തിക്കല്ല, അഭിപ്രായം പറയലും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രവർത്തിക്കുന്നത് ഞാനായിരുന്നില്ല, വേറെ ചിലരായിരുന്നു, എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരായിരുന്നു. പക്ഷെ ഞാൻ അവരുടെ കൂടെ തന്നെ നിന്നു, സത്യത്തിന്റെ കൂടെ. പക്ഷെ അത് പിന്നീട് അവരെ ബാധിക്കുന്നുള്ള മനസ്സിലായി. അപ്പൊ മൊത്തം തന്നെ അവസാനം അവർക്ക് ഒരു ചാൻസ്, ഒരു ക്ഷമ കൊടുത്തു. കൊടുത്തപ്പോ പിന്നെ അതിന്റെ കൂടെ പിന്നെ അതിന്റെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങൾ. അല്ലാതെ വെറുതെ ചിലപ്പോൾ വാക്കുകൊണ്ടൊക്കെ പലരെയും ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടാവും. എൻ്റെ ഒരു രീതി തന്നെ അങ്ങനെയാണ്. ഒരു എന്താ പറയുക, സംസാരിക്കുന്ന രീതി തന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതൊക്കെ ഇനി അങ്ങോട്ട് എന്താ പറയാ ചത്തു മരണടിയുമ്പോൾ ചിലപ്പോൾ മാറുകയായിരിക്കും. അല്ലാതെ ഞാൻ അതിന് എതിരൊന്നല്ല, മാറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. മാറുകയായിരിക്കും, മാറാതിരിക്കുകയായിരിക്കും. ഒരിക്കലും ഞാൻ മാറ്റില്ല എന്ന് ഞാൻ പറയാൻ ആളല്ല. എന്താ ഞാൻ പിന്നെ 7-ാം പടിയെ നിരാകരിക്കുകയാണ്. 6-ഉം 7-ഉം പടിയാണ് അത് ഞാൻ ചെയ്യില്ല, മാറുകയായിരിക്കും. പക്ഷെ തയ്യാറാണ് ഞാൻ അതിനൊക്കെ മാറി കിട്ടാനായിട്ട് തയ്യാറാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ഇതാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരോടും സഹകരണത്തോടും സാഹോദര്യത്തോടും സമാധാനത്തോടും ഒക്കെ ജീവിക്കുക എന്ന് പറയുന്ന ഹൃദയസ്പർശിയായ ഒരു കാര്യമാണ്, ആകർഷണീയമായ ഇതാണ്. അതൊരു സാഹസികത. അത് വളരെ ശരിയാണ്. വെല്ലപ്പിയുടെ വാക്കുകളെ നമിച്ചു പറ്റും. ഇനി ഓരോ എയും ആദ്യമായി താൻ ഭൂതകാലത്തിന് തന്റെ ചെയ്തികളെ കുറിച്ച് പുനർവിചാരം നടത്താതെയും താൻ മറ്റുള്ളവർക്ക് വരുത്തി വെച്ച നാശങ്ങളെ കുറിച്ച് കൃത്യമായ ഒന്നും വിട്ടുകളയാത്ത വിശകലനം നടത്താതെയും തുടരുന്ന പക്ഷം ജീവനത്തിന്റെ ഈ പുതിയ സാഹസികതയിൽ തനിക്ക് വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് കണ്ടെത്തി. അതൊരു ഇതാണ്. കാരണം
6ഉം 7ഉം പടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് തന്നെ കടക്കണം. ഈ ഒരു കാര്യം 8ാം പടിയുടെ ഈ കാര്യത്തിലേക്ക് കടക്കണം. അത് എന്തിനാ വെച്ചാൽ അതിനാണ് പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് അത് അടുത്ത ഭാഗത്ത് വരും. ഇനിയോ ഒരു ചെറിയ അളവിൽ ധാർമ്മിക കണക്കെടുപ്പ് നടത്തുമ്പോൾ അവൻ ഇത് ചെയ്തിട്ടുള്ളൂ. ശരിയാണ്. 4ാം പടി ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. അതാണല്ലോ മോറൽ മെന്ററി എടുക്കുന്നത് 4ാം പടി. ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. 4ാം പടി ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ 8ാം പടിയിലേക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. അത് 4ാം പടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് കാരണം അത് കാരണം എനിക്ക് ചിലരോട് റിസെന്റ്മെന്റ്സ് ഉണ്ടാവാം, ചില കാര്യങ്ങളിൽ ഫിയർ ഉണ്ടാവാം. അതിനൊക്കെ വേറൊരു കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ചില ആൾക്കാരെ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ടാവും. ആ റിസെന്റ്മെന്റിന് പകരം വീട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ ഭയത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ ചിലപ്പോൾ ചില കള്ളങ്ങളോ ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അത് പലവരെയും ബാധിച്ചിട്ടുണ്ടാവും. അത് വേറൊരാൾക്ക് ഉപദ്രവമായി മാറിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഇനി പക്ഷെ ഇപ്പോൾ എത്ര ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ താൻ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായി തന്റെ ശ്രമങ്ങളെ ഇരട്ടിപ്പിക്കേണ്ട ശ്രമം. അപ്പൊ 4ാം പടിയിൽ ഇത് കുറെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ അത് 8ാം പടിയിൽ ഇപ്പോൾ ഇതൊക്കെ ഇരട്ടിപ്പിക്കേണ്ട ശ്രമം. എന്തിനു വേണ്ടി? അവനവന്റെ ഈ പറയുന്ന ആദ്യം പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് എല്ലാവരോടും വളരെയധികം സമാധാനത്തോടും സഹകരണത്തോടും സാഹോദര്യത്തോടും ഒക്കെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് നമുക്ക് ഇത് കിട്ടുന്ന ഒരു വാഗ്ദാനമാണിത്. പെട്ടെന്ന് മനസ്സിലാവില്ല. മനസ്സിലായോ? അത് വളരെ കൃത്യമായിട്ട് ബിൽഡപ്പ് ഒരേ കാര്യം പല സ്ഥലങ്ങളിലും പിന്നെ അത് തന്നെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തില്ല. എന്തിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് 87ാമത്തെ പേജ്. അതായത് 9ാം പടിയുടെ അവസാന വരിയാണ്, അവസാന സെന്റൻസ്, ലാസ്റ്റ് സെന്റൻസ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഭൂതകാല പ്രവൃത്തികളുടെ മുഴുവൻ അനന്തരഫലങ്ങളും ഏറ്റെടുക്കാനുള്ള സന്നദ്ധതയും അതേസമയം തന്നെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കലുമാണ് 9ാം പടി. കൃത്യമായി പറയുന്നത്. അതായത് 9ാം പടി നമ്മൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവരോട് പരിഹാരം ചെയ്യുമ്പോൾ, ഉപദ്രവിച്ചവരോട് പരിഹാരം ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ ഭൂതകാല പ്രവൃത്തികളുടെ മുഴുവൻ അനന്തരഫലം, എന്തൊക്കെ ചെയ്തിട്ട് പിന്നീട് കുഴപ്പങ്ങളിലേക്ക് എത്തിയിട്ട് ആ കുഴപ്പങ്ങളുടെയൊക്കെ അനന്തരഫലങ്ങളും ഏറ്റെടുക്കാനുള്ള സന്നദ്ധതയും അതേസമയം തന്നെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുമാണ് 9ാം പടിയുടെ പൊരുൾ. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോ ഇതില് ഞാൻ ആദ്യം പറഞ്ഞ ആ വാചകം പ്രസക്തി വരും. ഏത്? നമ്മളുടെ ബിഗ് ബുക്കിൽ പറഞ്ഞു. ഞാനൊന്ന് എടുക്കട്ടെ. മലയാളം ബിഗ് ബുക്കിൽ 103ാമത്തെ പേജ്, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം എന്നുള്ള അധ്യായത്തിന്റെ അവസാന ഖണ്ഡിക വായിച്ചു. എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ തന്നെ സ്വന്തം സൃഷ്ടിയാണ്. കുപ്പികൾ വെറും പ്രതിരൂപങ്ങൾ മാത്രമാണ് എന്ന് മാത്രമല്ല, ആരോടെങ്കിലുമോ എന്തിനോടെങ്കിലുമോ പൊരുതുന്നത് ഞങ്ങൾ നിർത്തി ഞങ്ങൾക്ക് അങ്ങനെ ആകേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ തന്നെ സ്വന്തം സൃഷ്ടിയാണ്. ഈ ഒരു കാര്യം തുറന്ന് സമ്മതിച്ചു, അല്ലാതെ യാതൊരു നിർത്തിയില്ല. അതിന് പിന്നെ ഒരു ന്യായീകരണങ്ങളോ കഴിവുകളോ പറയുന്നതിന് അർത്ഥമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിലല്ല, നമുക്ക് പ്രോഗ്രാമിൽ കൂടെ പുരോഗമിക്കാൻ പറ്റും. അതാണ്. കുടിക്കാതൊക്കെ ഇരിക്കുകയായിരിക്കും, പക്ഷെ വേറെ ദൈനംദിനമായ പല പ്രശ്നങ്ങളും ദിവസവും എന്ന് പറഞ്ഞ പോലെ വന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് നോക്കാം ഈ പേജ് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, അമെൻസ് എന്നുള്ള പരിഹാരം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, തെറ്റുകൾ തിരുത്തപ്പെടുന്നതിന്. പിന്നെ റെസ്പോൺസിബിലിറ്റി ആസ് എൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ട ഉത്തരവാദിത്തം. പിന്നെ ടോളറൻസ്, സഹിഷ്ണുത. ടോളറൻസ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത. മറ്റുള്ളവരെ എങ്ങനെ നമ്മളോടൊക്കെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എങ്ങനെയാണ് അവരെ ആക്സെപ്റ്റ് ചെയ്ത് അവരോട് ക്ഷമിച്ചതിന് ശേഷം നമുക്ക് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, അതാണ് സഹിഷ്ണുത. പല്ല് കടിച്ചു പിടിച്ച് സഹിക്കലല്ല ആ സഹിഷ്ണുത.
ഇത് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി എന്തുണ്ടാവും? നമ്മൾ അവർ ക്ഷമിക്കുന്നു. ആ ക്ഷമിക്കുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അതാണ് സഹിഷ്ണു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഇതില് കൂടുതൽ ചേർക്കാനോ എന്തെങ്കിലും പറയാനോ? ഓക്കെ, ക്ലിയർ ആണ് ചേട്ടാ, ക്ലിയർ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് 146-ാമത്തെ പേജ്. 146-ാമത്തെ പേജ് ഡു ആസ് ഐ ഡു ഡോട്ട് 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 എന്ന പിന്നെ തുടർച്ചയാണ്. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യും എന്ന് പറഞ്ഞ് പിന്നെ ആ സെന്റൻസ് ആണ്. നോക്കാം എന്താ അത്. എടുത്തിട്ടുള്ളത് ഗ്രേപ്പ് വൈൻ 1961 ഏപ്രിൽ. ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, പേജ് 252. ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞ പുസ്തകമുള്ള ആൾക്കാർക്ക് എടുക്കാം. 252-ാമത്തെ പേജാണ് ഇത്. ഏപ്രിൽ 1961-ലത്തെ ഈ ആർട്ടിക്കിള് ഗോഡ് ആസ് വി അണ്ടർസ്റ്റാൻഡ് ഹിം, ദ ഡൈലമ ഓഫ് നോ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ കാര്യത്തിനെ കുറിച്ചാണ്. അതായത് വിശ്വാസം ഇല്ലായ്മ എന്നുള്ള ആ ഒരു പ്രതിസന്ധി. ഡൈലമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പേരിലാണ് ഈ ഡൈലമ്മ എന്നുള്ളത്. അപ്പൊ ഡൈലമ്മ ഓഫ് നോ ഫെയ്ത്ത്, ഉണ്ടോ ഫെയ്ത്ത് ഇല്ലയോ ഫെയ്ത്ത് എന്നുള്ള, വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു പ്രതിസന്ധി തന്നെയാണ് അതിന്. അത് വലിയൊരു പ്രതിസന്ധി ആയിട്ടാണ് സാധാരണ എന്താ കാണാറുള്ളത്. ഞാനൊക്കെ ഒന്ന് അനുഭവിച്ചതാണ് കുറച്ചൊക്കെ. എനിക്ക് പക്ഷെ കുറച്ച് എനിക്ക് അനുഭവം ഉണ്ടായുള്ളൂ. പിന്നെ അധികം എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. എന്നാൽ കൂടി ഞാനും ഒരു അഗ്നോസ്റ്റിക് മൈൻഡിലായിരുന്നു. അഗ്നോസ്റ്റിക് പറഞ്ഞാൽ ആജ്ഞേയവാദം, ആജ്ഞേയവാദം എന്നൊക്കെ പറയും. രണ്ടും പറയും. ആജ്ഞേയതാവാദം എന്ന് പറയും, ആജ്ഞേയവാദം. അതായത് ന്യായം എന്ന് പറഞ്ഞാൽ അറിവുള്ളത്. അത് അറിവുണ്ടോ എന്ന് വെച്ചാൽ അറിവില്ല, അറിവില്ല എന്ന് വെച്ചാൽ അറിവുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കൺഫ്യൂഷനിലെ സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇവിടെ ഓക്കെ, ഇവിടെ എന്താണ് ഇത് പറയണമെന്ന് നോക്കാം. ഗോഡ് ആസ് വി അണ്ടർസ്റ്റാൻഡ് ദ ഡൈലമ ഓഫ് നോ ഫെയ്ത്ത് എന്ന് പറഞ്ഞ ആ ലേഖനത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. 252 ആണ് പേജ് നമ്പർ. അതില് ഞാൻ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. കാരണം ഇതില് ആസ്പെൽ സിറ്റിലാവുമ്പോൾ അതിനടുത്ത് ചിലപ്പോൾ കുറച്ച് ചെറുതായിട്ട് എവിടെയെങ്കിലൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് വായിക്കാനാണ് കറക്റ്റ്. Perhaps more often than we think, we make no contact at depth with alcoholics who are suffering the dilemma of no faith. അതായത് നമ്മൾ സാധാരണ പലപ്പോഴും വിചാരിക്കുന്നതിലധികം we make no contact at depth with alcoholics who are suffering from the dilemma of no faith. നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അധികം നമ്മൾ പലപ്പോഴും ഈ വിശ്വാസം ഇല്ലാത്ത ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ആ പ്രശ്നത്തിനെ കുറിച്ച് അധികം നമ്മൾ വല്ലാണ്ട് ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ ചിന്തിക്കാറില്ല എന്നാണ്. കാരണം അവർക്ക് ഇതൊരു ശരിക്ക് ഒരു ഇതെന്തറിയോ, ഇതൊരു വലിയൊരു കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ അഗ്നോസ്റ്റിസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ തന്നെ, ആകെ ഒരു ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ perhaps more often than we think, we make no contact with alcoholics who are suffering the dilemma of faith. ഇത് വളരെ ശരി. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടി പറയാം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇതുപോലൊരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരാളുള്ള ആ വ്യക്തിയോട് പൊതുവെ ഞാനടക്കം ഈ പ്രോഗ്രാമിനെ കുറിച്ച് അധികം സംസാരിക്കാറുണ്ട്. കാരണം അയാൾ ഓപ്പൺലി പറയാറുണ്ട് എനിക്കൊരു ഫെയ്ത്ത്. പിന്നെ അയാളോട് എന്ത് സംസാരിച്ചിട്ടാന്ന് ഇവിടെ എൻ്റെ കൂടി എനിക്ക് ഇതൊന്ന് വായിച്ച സ്ഥിതിക്ക് എനിക്ക് നാളെ മുതൽ അതിന്റെ അമെൻമെന്റ് ചെയ്യണം. കാരണം അതിലേക്ക് ആ കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചിരുന്നില്ല. അയാൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് അറിയില്ലല്ലോ. അയാൾ എത്രത്തോളം വലിയ നാളെ പോയി കുടിച്ചു കഴിഞ്ഞാലോ
അല്ല, ലൈഫാണ്, ഒരാളുടെ ജീവിതമാണ് പോകുന്നത്. അത് വളരെ ഇന്നത്തെ ഈ കാര്യത്തിൽ അതാണ് ഐ ഓപ്പണിംഗ് ആയി ഈ ഒരു കാര്യം, ഈ ഒരു സെന്റൻസ്. ഇനി നോക്കാം എന്താണ്. Certainly none are more sensitive to spiritual cocksureness, pride and aggression than they are. അതെ, തീർച്ചയായിട്ടും നൺ എന്ന് പറഞ്ഞാൽ ആരും തന്നെ none are more sensitive to spiritual cocksureness. സ്പിരിച്വൽ കോൺഷ്യൂർനെസ് കൊണ്ട് വലിയൊരു കാര്യമാണ്. ആത്മീയമായ ഒരു ജാതി എന്താ അതിന് പറയാ, ഒരു ഉറച്ച മനസ്ഥിതി എന്ന് പറഞ്ഞ പോലെ. അതിനെ ഈ കോക്ഷ്യൂർനെസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായിട്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, അത് തന്നെയാണ് ശരി എന്നുള്ള രീതിയിലുള്ള ഒരു ഉറപ്പ്. പ്രൈഡ്, എന്താ പറയാ, ആത്മീയ അഭിമാനം, ആത്മീയമായ ഒരു അഹംഭാവം, അത്. ആൻഡ് അഗ്രഷൻ ദാൻ ദേ ആർ. അവർക്ക് certainly none are more sensitive. അവരെ പോലെ വേറെ ആരും ഇത്രയും ഇതിനോട് സെൻസിറ്റീവ് അല്ല. സെൻസിറ്റീവ് എന്താ പറയാ അറിയില്ല. കൂടുതൽ, അതായത് സ്വാധീനിക്കപ്പെടുകയല്ല, സ്വാധീനിക്കപ്പെടലാണ് വേറൊരു അർത്ഥത്തില്. പക്ഷെ വളരെ ചിന്താഗതിയിൽ വളരെയധികം ലോല ഹൃദയരല്ല അവരെ പോലെ മറ്റാരും. ഇത് ഈ കാര്യത്തിനെ കുറിച്ച്, അതായത് നമ്മൾ ആത്മീയമായിട്ട് ബാക്കിയുള്ളവര് പറയുന്ന ചില രീതികള്, അല്ലെങ്കിൽ ചില അഭിമാന രീതികള് ആൻഡ് അഗ്രഷൻ. അപ്പോ മറ്റുള്ളവരെ, അവരെ അത്രയും മറ്റുള്ളവരാരും അങ്ങനത്തെ കാര്യങ്ങളോട് ഇതല്ല, എന്താ പറയാ, സെൻസിറ്റീവ് അല്ല. സ്പിരിച്വാലിറ്റിയുടെ കാര്യത്തിലേ പറഞ്ഞു, സ്പിരിച്വൽ കോക്ഷ്യൂർനെസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊക്കെ സെൻസിറ്റിവിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് എൻഡെപ്ത് പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല ഓഫ്കോഴ്സ്. ഇനി ഇതൊരു ഐ ഓപ്പണറാണ്. ഐ എം ഷുവർ ദിസ് ഈസ് സംതിങ് വി ടു ഓഫൻ ഫോർഗെറ്റ്. ഇത് പലപ്പോഴും മറക്കാറുള്ളതാണ്. പലപ്പോഴും മിക്കവാറും നമ്മൾ മറക്കാറ്. ഇനി ഇൻ AA's first years, I all but ruined the whole undertaking with this sort of unconscious arrogance. അതെ, ഈ എയുടെ ആദ്യകാലത്ത് I all but ruined the whole undertaking with this sort of unconscious arrogance. ഞാനും എല്ലാ രീതിയിലും എന്ന് പറയാം, I all but ruined the whole undertaking with this sort of unconscious arrogance. അബോധ മനസ്സിൽ വരുന്ന, അബോധമായിട്ട് വേണമെന്ന് വെച്ചിട്ടല്ല, നമ്മൾ പറയില്ലേ, എന്താ പറയാ, ഇൻഅഡ്വേർട്ടൻ്റ്ലി എന്നൊക്കെ പറയും, വേണമെന്ന് വെച്ചിട്ടല്ല, നമ്മൾ അബോധ മനസ്സിൽ തന്നെ ചില കാര്യങ്ങൾ. അപ്പൊ അത് വെച്ചിട്ട് ചിലപ്പോൾ ഉള്ള ഈ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം എന്നോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ വലിയൊരു ശക്തി, അതിന് വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ കൂടി അതിനൊക്കെ അബോധമായിട്ട് അതിനെതിരായിട്ടൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ആശയം. ഞാൻ മനസ്സിലാക്കുന്നതാണ്. എല്ലാത്തിനും തെറ്റുകളുണ്ടെന്ന് ആർക്കും തിരുത്താം. യു ആർ വെൽക്കം, ആരാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഈ ആശയം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇങ്ങനെയൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ ചിലപ്പോ അതിനെയൊക്കെ അത് ആ ഒരു സ്റ്റേറ്റ്മെന്റിന് തന്നെ ചിലപ്പോ എതിരായിട്ടാവും ചെയ്യേണ്ടാവും. I all but ruined the whole undertaking with this sort of in AA's first years, I all but ruined the whole undertaking with this sort of unconscious arrogance. അപ്പൊ ഇതൊരു ടൈപ്പ് മനസ്സിന്റെ ഉള്ളിൽ വരുന്ന, അവനവൻ അറിയാതെ തന്നെ വരുന്ന ഒരു ധാർഷ്ട്യ മനോഭാവമാണ്. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ചില രീതിയിലുള്ള മുൻവിധികളോ അങ്ങനെ പല കാര്യങ്ങളെ കൊണ്ട്, അതുകൊണ്ട് ഇത് അറിയാണ്ട് തന്നെ ഇതിനൊക്കെ എതിരായിട്ട് നമ്മൾ പ്രവർത്തനത്തിൽ വരുമ്പോൾ അത് വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ എം ഷുവർ ദിസ് ഈസ് സംതിങ് വി ടു സോറി അടുത്ത സെന്റൻസ്. ഗോഡ് ആസ് ഐ അണ്ടർസ്റ്റുഡ് ഹിം ഹാഡ് ടു ബി ഫോർ എവരിബഡി.
അപ്പൊ ഇതിനൊക്കെ എതിരായിട്ടാണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക. പക്ഷെ എന്നാലോ ഗോഡ് ആസ് ഐ അണ്ടർസ്റ്റുഡ് ഹിം ഹാഡ് ടു ബി ഫോർ എവരിബഡി. അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അത് അവിടേക്കാണ് അതൊക്കെ മറക്കും നമ്മൾ ചില സമയത്ത്. ഞാനൊക്കെ വേറെ ചില ആൾക്കാരെ ഷെയറിങ്ങിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇതുപോലെ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്രോസ് ഷെയറിംഗ് എന്ന് പറയുന്നു. വളരെ ഭക്തനായിട്ടുള്ള ഒരാളാണ് ചിലപ്പോൾ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ചിലപ്പോഴല്ല, ഇനി 1-2 പ്രാവശ്യം എനിക്ക് തന്നെ അനുഭവം. ആ വ്യക്തി ഷെയർ ചെയ്യുമ്പോൾ ഈ അഗ്നോസ്റ്റിക്കിനെ അല്ലെങ്കിൽ അത്തീസ്റ്റിനെ ഒക്കെ എതിരായിട്ട് പലതും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ പക്ഷെ അത് ഇഗ്നോർ ചെയ്യും പലപ്പോഴും മീറ്റിങ്ങുകളിലൊക്കെ. അത്രേ ഉള്ളൂ. അവൻ ചെയ്യാൻ പാടില്ല ഇത്. കാരണം അവരെ പോലെ ലോല ഹൃദയരായിട്ടുള്ള ആരും ഉണ്ടാവില്ല, ലോല മനസ്കരായിട്ടുള്ള. അവരാകെ കൺഫ്യൂഷനിലാ പാവം. അപ്പൊ എന്തായാലും ഇനി ഗോഡ് ആസ് ഐ അണ്ടർസ്റ്റുഡ് ഹിം, ഹിം എന്നുള്ള എച്ച് ക്യാപിറ്റലാണ്, ഹാഡ് ടു ബി ഫോർ എവരിബഡി. ഇനി സംടൈംസ് മൈ അഗ്രഷൻ വാസ് സട്ടിൽ ആൻഡ് സംടൈംസ് ഇറ്റ് വാസ് ക്രൂഡ്. എന്റെ അഗ്രഷൻ പലപ്പോഴും വളരെ സൂക്ഷ്മമായിരുന്നു, ചില സമയത്ത് വളരെ രൂക്ഷമായ രീതിയിൽ വരും, ഒരു പരുഷമായ രീതിയിൽ വരും, പരുക്കനായിട്ട്. ഇനി but either way it was damaging, perhaps fatally so, to numbers of non-believers. ഏത് രീതിയിലാണെങ്കിൽ കൂടി, വളരെ ഫൈനായിട്ടുള്ള രീതിയിലായാലും പരുഷമായ രീതിയിലായിട്ടായാലും എങ്ങനെയായാലും ഇതൊക്കെ ടോട്ടലി നാശകരമായിരുന്നു. എങ്ങനെ? പെർഹാപ്സ് ഫാറ്റലി, ചിലപ്പോൾ മരണത്തിന്. കാരണം അവര് വിട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കില്ല, ആൽക്കഹോളിക് ആണെങ്കിൽ. സോ ടു നമ്പേഴ്സ് ഓഫ് നോൺ ബിലീവേഴ്സ്, ധാരാളം പല ആൾക്കാർക്ക്, നോൺ ബിലീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, വിശ്വാസമില്ലാത്തവർ. ഓഫ് കോഴ്സ് ദിസ് സോർട്ട് ഓഫ് തിങ് ഈസ് ഇൻ കൺഫൈൻഡ് ടു 12 steps. എന്നാൽ തീർച്ചയായിട്ടും ഇതൊന്നും നമ്മൾ സാധാരണ 12-ാം പടി പ്രവർത്തനത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ഈവൻ നമ്മുടെ മീറ്റിങ്ങുകളിൽ ഷെയറിംഗിലൊക്കെ ഇത് ശരിക്കും വരേണ്ടതാണ്. 12-ാം പടി പ്രവർത്തനത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. It is very apt to leak out into our relations with everybody. ഇത് നമ്മളുടെ, അതായത് എല്ലാത്തിനെയും അംഗീകരിക്കുക എന്നുള്ള ഒരു മനോഭാവം, ഇത് നമ്മളുടെ ഇറ്റ് ഈസ് വെരി ആപ്റ്റ് ടു ലീക്ക് ഔട്ട് ഇൻ ടു അവർ റിലേഷൻസ് വിത്ത് എവരിബഡി. ബാക്കി ആരൊക്കെ ആയിട്ടുള്ള ആൾക്കാരായിട്ട്, മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു മനോഭാവം നമുക്ക് വെച്ചു നമുക്ക് എല്ലാവരുടെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Even now, I catch myself chanting that same old barrier building refrain, do as I do, believe as I do, or else എന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലമേഷൻ മാർക്കാണ് അത്ഭുതിച്ചത്. എന്താണ്? ഈവൻ നൗ, ഇപ്പോഴും, ഐ ക്യാച്ച് മൈസെൽഫ് സ്റ്റാൻഡിങ് ദാറ്റ് സെയിം ഓൾഡ് ബാരിയർ ബിൽഡിംഗ് റെഫ്രെയിൻ. അതായത് ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിനെ പിന്നാക്കം വലിക്കാൻ പറ്റുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടിന് ഞാൻ ഇപ്പോഴും ചില സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, മനസ്സിൽ അതുപോലത്തെ ചിന്തകളൊക്കെ വരുന്നുണ്ടെന്ന്. ഏതാണത്? ആ ചിന്ത ഏതാണ്? ഡു ആസ് ഐ ഡു, ഞാൻ പറയുന്ന പോലെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യും. ബിലീവ് ആസ് ഐ ഡു, ഞാൻ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കുക. എന്നിട്ട് പറഞ്ഞൊരു വലിയ ഒരു ഡാഷാണ്. അത് കഴിഞ്ഞ് ഓർ എൽസ്, ഹൈഫൻ അല്ല, ഡാഷ്. ഓർ എൽസ്, അല്ലെങ്കിൽ നീ അനുഭവിച്ചോന്ന്, അത് തന്നെയാ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഇത് വളരെ ഇന്നത്തെ ദിവസം വളരെയധികം ഐ ഓപ്പണിംഗ് ആണ് ഈ ഒരു പേജ്. വെരി മച്ച് താങ്ക്ഫുൾ ടു, എന്താ പറയാ, LW. ഈ ഗ്രൂപ്പിനോട് വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇന്ന് ഇതിൽ കൂടെ പോകാൻ സാധിച്ചാലും. എനിക്ക് കഴിഞ്ഞ തവണ വേറൊരു ഗ്രൂപ്പിൽ ഈ ആഫൽസിന്റെ ഈ ഭാഗം വായിച്ചപ്പോഴൊന്നും ഇതുപോലത്തെ ഫീലിംഗ് വന്നിട്ടില്ല. ഓഫ് കോഴ്സ് അത് ആ സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ആ വ്യക്തി വന്നിട്ടുണ്ട്. ഞാനിപ്പോ പറയുന്ന വ്യക്തി അഗ്നോസ്റ്റിക് ആയിട്ടുള്ളതാണ്. എനിവേ, ഈ പേജ് സൂചിപ്പിക്കുന്ന അറഗൻസ്, നമ്മളുടെ ഒരു ജാതി ധാർഷ്ട്യമെന്നോ ധിക്കാരെന്നോ അഹങ്കാരത്തോട് കൂടിയിട്ടുള്ള പെരുമാറ്റം പറയാം. അഹങ്കാരവും മുൻവിധിയും എല്ലാം കൂടി കൂടിയിട്ടുള്ള പെരുമാറ്റം. പിന്നെ ഹയർ പവർ,
നമ്മളെക്കാൾ വലിയൊരു ശക്തി. പിന്നെ ഹയർ പവർ ഫോർ അഗ്നോസ്റ്റിക്സ് ആൻഡ് എത്തിക്സ്, അവർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് അജ്ഞേയതാവാദികൾക്കും അതേപോലെ എത്തിക്സ് നിരീശ്വരവാദികൾ, ഇവർക്ക് രണ്ടുപേരെ സംബന്ധിച്ചുള്ള ഹയർ പവർ എന്താണ്. ഇനി ന്യൂ കമേഴ്സ്, പുതുമക്കാരെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അപ്രോച്ച് ഇൻ 12 സ്റ്റെപ്പ്, എങ്ങനെയായിരിക്കണം നമ്മൾ 12 പടി പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട ചില സമീപിക്കേണ്ട രീതി എന്താണ് ഇതും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനുള്ളത്. എനിബഡി ഹാസ് എനിത്തിങ്, വെൽക്കം. ചേട്ടാ, ജെയിംസ് ആണ്, ആൽക്കഹോളിക്. പറയൂ ജെയിംസ്. ഹലോ. ഇതിപ്പോ ഈ പേജ് ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ നോൺ ബിലീവേഴ്സിന്റെ അടുത്ത് നമ്മൾ പെരുമാറുമ്പോൾ കുറച്ചും കൂടി ജാഗ്രതയോടെ പെരുമാറണം എന്നല്ലേ? യെസ്, ജാഗ്രത മാത്രമല്ല, പരിഗണന. സ്നേഹവും പരിഗണനയുമാണല്ലോ നമ്മളുടെ ലവ് ആൻഡ് ടോളറൻസ്. അതോടുകൂടി വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോ അത് ഫാറ്റലായിരിക്കും, അവര് മരണത്തേക്ക് തന്നെ പോകാനുള്ള സാധ്യത വലിയൊരു. ഇതിലെനിക്ക് തോന്നിയൊരു കാര്യമായി, ഇപ്പൊ നമ്മള് നോൺ ആൽക്കഹോളിക്സിന് മുമ്പിൽ നമ്മൾ ഇങ്ങനെ കുടിച്ചൊക്കെ നടക്കുമ്പോ അവര് നമ്മൾ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് അവന്റെ കുറുമ്പാണ് അല്ലെങ്കിൽ അവന്റെ കയ്യിലിരിപ്പാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കുടിക്കണെന്നുള്ളത്. ശരിക്കും അതേ ഒരു മനോഭാവം തന്നെയല്ലേ നമുക്ക് എത്തിയതിനു ശേഷം നോൺ ബിലീവേഴ്സിന്റെ ഉണ്ടാവുന്നത്? അതന്നെ പറഞ്ഞ ഡു ആസ് ഐ ഡു. ഞാൻ ചെയ്യണ പോലെ ചെയ്യാത്തവരെ, ഇല്ല ഞാൻ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാത്തവരെ എനിക്ക് അംഗീകരിക്കാനുള്ള ഒരു വിഷമം. പിന്നെ മൂന്നാമതായിട്ടേ, ആ ലാസ്റ്റ് പാരഗ്രാഫിന്റെ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, ഓഫ് കോഴ്സ് ദിസ് സോർട്ട് ഓഫ് തിങ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു 12th സ്റ്റെപ്പ് വർക്ക്. ശരിക്കും നമുക്ക് 12th സ്റ്റെപ്പ് വർക്കിൽ ഇതങ്ങനെ തോന്നാറില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മള് ഒരു അപരിചിതന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോ അയാളുടെ വിശ്വാസങ്ങളിലേക്കല്ലല്ലോ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കാറുള്ളൂ. അയാളോട് സറണ്ടർ ചെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള രീതി മാത്രമല്ലേ നമ്മൾ അവലംബിക്കാറുള്ളൂ. അല്ല, ബിൽഡബ്ല്യൂ അദ്ദേഹത്തിന്റെ അനുഭവമല്ലേ പറഞ്ഞ, അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാൻ ചിലപ്പോൾ, നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ആദ്യത്തെ 6 മാസം എന്താ ചെയ്തിരുന്നത്? എല്ലാവരും ചെന്ന് അദ്ദേഹത്തിന്റെ ആത്മീയ ഉണർവ് കിട്ടിയതിനെ, അല്ല ആത്മീയ അനുഭവത്തിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, അറിയില്ല. അദ്ദേഹത്തിന്റെ അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. അതെ. അപ്പൊ അല്ലെ, നമുക്കിവിടെ നമ്മുടെ ഒരു ചെറിയ അനുഭവം വെച്ചിട്ടേ, നമ്മള് സാധാരണ ഒരു 12th സ്റ്റെപ്പിനൊക്കെ പോകുമ്പോ അയാളുടെ വിശ്വാസത്തെ പറ്റിയൊന്നും നമ്മൾ അധികം ബേജാറാവാറില്ലല്ലോ. ഒരു സറണ്ടർ ചെയ്യാനുള്ള ഒരു മെസ്സേജ് ആണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. അതെ, അറിയില്ല. എല്ലാവരും 12 സ്റ്റെപ്പ് ചെയ്യുന്ന ഒരേപോലെ ആയിരിക്കില്ലല്ലോ. ചിലര് ചെന്നിട്ട് വിശ്വാസത്തിന്റെ കാര്യം പറയുന്നില്ല എന്ന് നമുക്ക് പറയാനും പറ്റും. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ. അത് എന്റെ പേര് ഷിബു, ഞാനൊരു ആൽക്കഹോളിക്കാണ്. അപ്പൊ പലപ്പോഴേ നമ്മളൊരു ലേബൽ വെച്ചിട്ട് അവിടെ പോവാതിരിക്കില്ല. ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യനാണ്, ഞാൻ ക്രിസ്ത്യൻ ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവമെന്നോ, ചിലപ്പോ വേറെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ വിശ്വസിക്കുക. അപ്പൊ ആ ലേബൽ ഇവിടെ കൂടുതൽ വെളിവാക്കി അത് അങ്ങനെ ഞാൻ പറഞ്ഞു അശോകന് മനസ്സിലായി. നമ്മൾ ആ ലേബലിൽ ഒരാളുടെ അടുത്ത് സമീപിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും വർക്കൗട്ട് ആവില്ലല്ലോ. ചിലപ്പോൾ അയാൾ നമ്മളെ വിശ്വസിക്കണമെന്നില്ല, നമ്മുടെ വിശ്വാസം പോലെ ആയിരിക്കില്ല പുള്ളിയുടെ വിശ്വാസം, ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അറിവുണ്ടാവും. ഈ അശോകൻ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ എത്തിസ്റ്റുകളായിട്ടുള്ള കശപിശകൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അവർ അംഗീകരിക്കാനുള്ള മടിയോ, അവർ പറയുന്നത് ഒന്നും ശരിയല്ല എന്നുള്ളൊരു തോന്നലോ, അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള അത് നമ്മുടെ കഴിവ് കുറവുകൊണ്ടൊക്കെ ആയിരിക്കാം പലപ്പോഴും അവർ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ചാടി അതൊക്കെ, അതായത് അവർക്ക് മറുപടി പറയുക ലക്ഷ്യം, അവർ പറയണെന്നാന്ന് കേൾക്കലല്ല ലക്ഷ്യം, അവർക്കൊന്നും മറുപടി പറയണം എന്നുള്ള ലക്ഷ്യത്തിൽ പലപ്പോഴും തർക്കം നടക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. താങ്ക് യു അശോകൻ ചേട്ടാ, അതൊരു പ്രത്യേക അവയർനെസ് തന്നതിന് താങ്ക് യു. ഓക്കെ, വെൽക്കം. എല്ലാവർക്കും താങ്ക് യു. ബൈ. ചേട്ടന് അതിനെപ്പറ്റി ഒന്നും കൂടുതലൊന്നും പറയാനില്ല അല്ലെ? ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതില് ബിൽഡബ്ല്യൂ ഉപയോഗിച്ചൊരു വാക്കിനെ കുറിച്ച് വന്നപ്പോൾ അതൊരു യൂസേജ്, ഓൾഡ് ബാരിയർ ബിൽഡിംഗ് റെഫറിങ്. അതായത് നമ്മള് ഈ മറ്റേ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നു. ഏത് കാര്യം? ഹയർ പവറിനെ കുറിച്ച് പറഞ്ഞു.
ഗോഡ് ഓഫ് യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള കാര്യമൊക്കെ മറന്നിട്ട് പിന്നെ നമ്മൾ പോവാണത്. അത് എത്രത്തോളം വേറൊരാൾക്ക് ഫാറ്റലാവാം, വേറൊരാളെ ചിലപ്പോൾ അത് എത്രത്തോളം മരണത്തിലേക്ക് നയിക്കാവുന്ന ഒരു ഇതിലേക്കാവും കൊണ്ടുവന്നു. അപ്പൊ ഈ ഓൾഡ് ബാരിയർ ബിൽഡിംഗ് റെഫറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷണലി ആണ് ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ കണ്ടീഷണലി ആരെയും അപ്രോച്ച് ചെയ്യാൻ പാടില്ല. അൺകണ്ടീഷണൽ അപ്രോച്ച് ആയിരിക്കും. അൺകണ്ടീഷണൽ അപ്രോച്ച് ആയിരിക്കണമെങ്കിൽ നമ്മൾക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന ലവ് ആൻഡ് ടോളറൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരണം. പ്ലസ് ആക്സെപ്റ്റ് എവറിഥിങ് ആസ് ദേ ആർ, എവരി വൺ ആസ് ദേ ആർ. അവരുടെ വിശ്വാസത്തിനും അതിനെയൊക്കെ അംഗീകരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വേണം നമ്മൾ വരാനായിട്ട്. അത് വളരെ ഓർമ്മിപ്പിച്ച് തരുന്നൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഈ അനുഭവം ഞാനിത് പറഞ്ഞപ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള കാര്യം അതാണ്. ഞാൻ എന്നിൽ വളരെ അമെൻമെന്റ്സ് ചില കാര്യങ്ങൾ വരുത്താനുണ്ട്. അതിൽ ഒരു കാര്യം ഇതാണ്, കാരണം അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. അവര് അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ അതിൽ ചിന്തിക്കുന്നേ ഇല്ല. അയാൾ എത്തിയിട്ടാണ്, അയാൾ അങ്ങനെ പറയുന്നു എന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, അതൊരു ബാരിയർ ബിൽഡിംഗ് ആണ്. നമ്മളുടെ അടുത്തേക്ക് തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ളൊരു ഒരു ഇതാണുള്ളത്. അത് ശരിയല്ലല്ലോ. അതൊരു ഓപ്പൺ മൈൻഡ് അപ്രോച്ച് അല്ല. അപ്പൊ ഓപ്പൺ മൈൻഡഡ് അപ്രോച്ച് ആവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു മുൻവിധികളും പാടില്ല. അതൊക്കെ ഏല് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടൊക്കെ നമ്മൾ മറക്കണു എന്നുള്ളതാണ് ഈ PW സൂചിപ്പിക്കുന്ന. ഇവിടെ ഏല് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ, പക്ഷെ അതൊക്കെ മറക്കണു. അത് ശരിയായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ടുമോറോ നാളെ ഞങ്ങൾക്ക് ഇവിടെ മീറ്റിങ്ങൾ, നാളെ ഞാൻ എന്റെ അമെന്റ്മെന്റ് ഞാൻ ചെയ്യും. അമെന്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ആ വ്യക്തിയോട് കൂടുതൽ സംസാരിക്കേണ്ടി വരും ചിലപ്പോ, പ്രത്യേകിച്ച് മാറ്റി നിർത്തിയിട്ട് മീറ്റിങ്ങിന് ശേഷമോ മീറ്റിങ്ങിന് മുമ്പോ എപ്പോഴെങ്കിലൊക്കെ. എന്ന് പറഞ്ഞാൽ അയാളോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തുടരാനുള്ള സകല അവകാശമുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ ആരെങ്കിലും ഷെയറിങ്ങോ എന്തെങ്കിലും നിങ്ങളെ ആരെങ്കിലും താങ്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്കളുടെ യഥാർത്ഥ വികാരവും താങ്കളുടെ വിശ്വാസങ്ങളെയും ഞങ്ങൾ മാനിച്ചിട്ടില്ല താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും ഒരു ബാരിയർ ആവരുത് ഏല് വരാതിരിക്കാനായിട്ട്. ഏല് വരണം എന്നുള്ള രീതിയിലുള്ള സംസാരിക്കേണ്ടി വരും. ഷുവർ, അതാണ് എൻ്റെ അമെന്റ്മെന്റ് നാളെ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇത് വലിയൊരു ഐ ഓപ്പണറാണ് ഇന്നത്തെ ഈ ഒരു ഇത്. കഴിഞ്ഞ തവണ ഞാനിത് കൂടെ വായിച്ചു പോയപ്പോൾ എനിക്കിതൊന്നും തോന്നിയിരുന്നില്ല. എനിക്കെന്തോ വന്നപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിലെ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും കാര്യം പെട്ടെന്ന് പൊന്തി വരാം. അങ്ങനെ പൊന്തി വന്നായിരിക്കാം. അപ്പൊ അതിന് ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞു. താങ്ക് യു. ശരി കേട്ടോ. ഓക്കെ, റൈറ്റ്. ഓക്കെ കേട്ടോ. അരുൺ ഘോഷി. ഓക്കെ, അടുത്ത ഹരിഹര ലക്ഷ്മണൻ ചേട്ടാ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഹലോ, നമസ്കാരം. ഞാനൊരു അമിത മധ്യാസക്തൻ ദൈവസഹായത്താലും ഈ കൂട്ടായ്മയുടെ ശക്തി കൊണ്ടും മദ്യപിച്ചിട്ടില്ല. പേര് ഹരിഹര ലക്ഷ്മണൻ. ഹായ് ഹരിഹര ലക്ഷ്മണൻ ചേട്ടാ. ഹായ് ഹരിഹര ലക്ഷ്മൺ ജി. ഹലോ. നമ്മൾ അന്ന് വായിച്ചു നിർത്തിയ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഉണ്ടായില്ല, അതിന്റെ മുമ്പത്തെ ആഴ്ച നിർത്തിയത് 118 പേജിലാണ്. ആ പേജിന്റെ തുടക്കത്തിൽ തന്നെയാണ് നിർത്തിയത്. A lot of times we don't realize that some of the attitudes people have toward us have been based on what we have been doing. And that's why they may have struck us or hurt us. It was our actions that gave them that attitude. മറ്റുള്ളവരിൽ ഉള്ള മനോഭാവത്തിന് കാരണം ഞാൻ അവരിൽ ഉണ്ടാക്കി തീർത്ത, അല്ലെങ്കിൽ ഞാൻ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഹാവ് ബീൻ ബേസ്ഡ് ഓൺ വാട്ട് വി ഹാവ് ബീൻ ഡൂയിങ്. ഞാൻ എന്താ ചെയ്യേണ്ടത് അതുമായിട്ടുള്ള സംബന്ധിച്ചിട്ടാണ് മറ്റുള്ളവരിൽ ഉണ്ടാവുന്ന ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഉണ്ടാക്കപ്പെടുന്നത്. A lot of times we feel people are plotting against us, but we really have to be self-centered to think that, because most people are actually not thinking about us at all. ഇതൊരു കോമൺ പ്രോബ്ലം ആണ്. Of course I agree. ഞാനും അതിൽ വിശ്വസിക്കുന്നുണ്ട്.
അങ്ങനെ ഈ പറയുന്ന പോലെയൊക്കെ എനിക്ക് മനസ്സിൽ തോന്നാറുണ്ട്. എനിക്ക് ചുറ്റും ഉള്ള ആളുകൾ എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വളരെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു തോട്ട് എന്നിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഒരു മനോഭാവമൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് ഇതേപോലെ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റെപ്സ് വർക്ക് ചെയ്യുമ്പോഴും മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും തന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതൊരു വല്ലാത്തൊരു അതായത് ഏത് സമയത്തും മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ വളരെ പ്രിയോക്യുപ്പൈഡ് ആയിരിക്കുന്ന ഒരവസ്ഥ. അതൊരു അത്ര സുഖമല്ലാത്തൊരു കാര്യമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിനുള്ള വേറൊരു കാര്യം, മോസ്റ്റ് പീപ്പിൾ ഹാവ് ബെറ്റർ തിങ്സ് ടു തിങ്ക് അബൌട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൊണ്ട് മറ്റുള്ളവരെ എന്നെ കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്നെ കുറിച്ച് വിചാരിക്കുന്നു എന്നുള്ള ഒരു സത്യമായിക്കൊള്ളുന്നില്ല. അവർക്ക് വേറെ പല പണികളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. There is a joke about a guy at a football game who thought that every time the players huddled out on the field, they were talking about him. ഇതുപോലെ ഒരു ഫുട്ബോൾ പ്ലെയർക്ക് തോന്നിയത് അയാളെ കുറിച്ചാണ് എന്തോ സംസാരിക്കുന്നത്. അതായത് ഒരു മേ ബി ഇതിനെ വേണമെങ്കിൽ സെൽഫ് സെന്റേർഡ്നെസ് എന്ന് പറയാം. വിത്തൗട്ട് എവറി ടൈം ദ പ്ലേയേഴ്സ് ഹഡിൽ ഔട്ട് ഓൺ ദ ഫീൽഡ് ദേ വർ ടോക്കിംഗ് അബൌട്ട് ഹിം. ഈ വ്യക്തിയെ കുറിച്ചാണ് അവർ സംസാരിക്കണമെന്ന് അയാൾക്ക് തോന്നി. I think it's natural for us to be concerned with what other people think because that helps us monitor our behavior. അതും പറയുന്നുണ്ട്. അതായത് ഐ തിങ്ക് ഇറ്റ്സ് നാച്ചുറൽ, ഇത് വളരെ സ്വാഭാവികമാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ കൺസേൺഡ് ആവാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ഇതൊരു നമുക്ക് ഒരു ചിന്തിക്കേണ്ട ഒരു അവസ്ഥ. എന്തുകൊണ്ട് വെച്ചാല് മറ്റുള്ളവര് എന്താണ് എന്നെ കുറിച്ച് വിചാരിക്കുന്നത് എന്നത് എന്റെ സ്വഭാവത്തെ പരിശോധിക്കാനുള്ള ഒരു സഹായം ചെയ്യും എന്നാണ് പറയുന്നത്. വി ഹാവ് ടു ഹാവ് സം കൺസേൺസ് ഫോർ വാട്ട് അതേഴ്സ് തിങ്ക്. തീർച്ചയായിട്ടും അതും പറയുന്നുണ്ട്. അത് ഇതിന് വേറൊരു വശമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് മറ്റുള്ളവര് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ജാഗ്രത വേണം. വി ഹാവ് ടു ഹാവ് സം കൺസേൺ for what others think, but it's like water. വെള്ളവുമായിട്ട് അത് താരതമ്യപ്പെടുത്തുന്നു. We have to have water to bathe in and to drink. കുളിക്കാനും കുടിക്കാനൊക്കെ വെള്ളം വേണം. But we don't want 20 feet of it standing in the street. That is a disaster. വെള്ളം നമ്മുടെ പുറത്തുള്ള തെരുവില് ഒരു 20 അടി ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നത് ഒരു ഡിസാസ്റ്ററാണ്. അതായത് ഒരു ബാലൻസോട് കൂടിയിട്ടായിരിക്കണം ഈ പറയുന്ന അവസ്ഥയൊക്കെ എന്നിൽ ഉണ്ടാവേണ്ടത് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് എന്റെ സ്വഭാവത്തെ ഞാൻ മോണിറ്റർ ചെയ്യാൻ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന കൺസേൺ എനിക്ക് വേണം എന്നുള്ളതിന്റെ അളവിനെ കുറിച്ചാണ് പറയുന്നത്. അതൊരു ബാലൻസ് ആയിട്ടിരിക്കണം. അത് അമിതമായാൽ ചിലപ്പോൾ മുങ്ങിപ്പോവും. അതായത് അതാണ് ഈ പറയുന്നത്, സ്ട്രീറ്റിൽ 20 അടി വെള്ളം വന്നു കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. അതുകൊണ്ടാണ് a lot of times we don't have a very good sense of self-worth and we try to use people to verify ourselves. അവനവനിലുള്ള ആത്മവിശ്വാസത്തിന്റെ കുറവ് കൊണ്ട് എന്നെ പോലുള്ള ഒരു മധ്യാസക്തിന് വളരെ പ്രിഡോമിനന്റ് ആണ്, അല്ലെങ്കിൽ വളരെ പ്രകടമായിട്ട് കാണുന്ന ഒരു സ്വഭാവ ദൂഷ്യം തന്നെയാണ് അവനവനിൽ ഉണ്ടാവുന്ന ആത്മവിശ്വാസം. ഗുഡ് സെൻസ് ഓഫ് സെൽഫ് വർത്ത്, അത് എന്റെ തന്നെ ആയിട്ടുള്ള വില എനിക്ക് അറിയില്ല. ആൻഡ് വി ട്രൈ ടു യൂസ് പീപ്പിൾ ടു വെരിഫൈ. അപ്പൊ അത് അറിയാനായിട്ടും ആളുകളെ ഉപയോഗിക്കാം. ആളുകളിൽ നിന്നുള്ള ഒരു എന്താ പറയാ, ഒരു സിഗ്നലിൽ കൂടെ എന്റെ സെൽഫ് വർത്തിനെ ഞാൻ അറിയാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ. Once we have done step 4 and begin to know ourselves
and like ourselves, then our relationship are built on something firm. Then relationship can be healthy for us and for other people. അവിടെയാണ് നാലാം പടിയുടെ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നത്. Once we have done step 4 and begun to know ourselves, നാലാം പടി ചെയ്യുമ്പോൾ ആത്മപരിശോധനയാണല്ലോ അവിടെ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ അത് ചെയ്ത ശേഷം അവരവനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ and like ourselves, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഞാൻ എന്റെ സെൽഫ് വർത്ത് മനസ്സിലാക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, then our relationship are built on something firm, വളരെ നല്ല ബലത്തോട് കൂടിയിട്ടുള്ള ഒരു ബന്ധം ആണ്, എന്നോട് തന്നെ എനിക്കുള്ള ബന്ധമാണ് ഉണ്ടാവുന്നത്. then relationship can be healthy for us and for other people. അങ്ങനെ ആവുമ്പോൾ എനിക്കും മറ്റുള്ളവർക്കും ആയിട്ടുള്ള ആത്മബന്ധങ്ങൾ വളരെ നല്ല ആരോഗ്യപരമായിരിക്കും എന്നാണ് പറയുന്നത്. These steps are a process and we have already worked the first 7 steps. അപ്പോൾ ഇതെല്ലാം ഒരു പ്രക്രിയയാണ്, ഇതൊക്കെ ഈ പടികളൊക്കെ. അപ്പോ അതില് 7 എണ്ണവും നമ്മൾ ചെയ്തു കഴിഞ്ഞു. What will happen if we don't go ahead and take step 8 and 9? ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന 8ാം പടിയും 9ാം പടിയും ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? We won't get over the guilt and remorse. നേരത്തെ വായിച്ചതാണ്. ഈ പടിയുടെ ഉദ്ദേശം തന്നെ എന്നിലുള്ള കുറ്റബോധം കൊണ്ടുണ്ടാവുന്ന എന്നിലുള്ള ക്യാരക്ടർ ഡിഫക്ട്സ്, അതായത് ഈ എന്റെ വർത്തിനെ ഞാൻ മനസ്സിലാക്കാൻ അത് ഒരു പക്ഷെ തടസ്സമായിരിക്കാം, എന്റെ വിലയെക്കുറിച്ച് ഞാൻ അറിയാൻ തന്നെ അത് തടസ്സമായിരിക്കാം. അങ്ങനെയുള്ള പല ഈ കുറ്റബോധത്തിനെയും ആ കുറ്റബോധം കൊണ്ടും ഉണ്ടാവുന്ന ഒരു തരം മൂകത, റിമോഴ്സ്, ഇത് മറികടക്കാൻ സാധിക്കില്ല. ആൻഡ് they will come back in our minds and produce fear. ഭയമുണ്ടാക്കുന്നതിന് സഹായിക്കുന്ന ഒരു കാരണങ്ങളായി ഇത് തീരും. ഭയം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പൊ നമുക്ക് വിഗർ ആൻഡ് വൈറ്റാലിറ്റി അല്ലെങ്കിൽ പൂർണ്ണമായും നല്ല ആവേശത്തോടും നല്ല ഉദ്ദേശത്തോടും കൂടി ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. We are going to have to hide from these people. We are going to have we are going to have to hide from these people. We are going to have to hide from these people. നമ്മൾ ഈ രീതിയിൽ മറ്റുള്ളവരെ കുറ്റബോധം ഉണ്ടാകുന്നു, മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടാണ്. അപ്പൊ അവരിൽ നിന്നും മറഞ്ഞു പോകേണ്ട ഒരവസ്ഥയിലേക്ക് പോകും. We are going to have to avoid people that we owe money to. ഒരു പക്ഷേ പൈസ കൊടുക്കാനുള്ള ആളെ കാണുമ്പോൾ അവരിൽ നിന്നും മറഞ്ഞു നിൽക്കേണ്ടി വരും, അവർ നമ്മളെ കാണാതെ നമ്മൾ പോകേണ്ടി വരും. The fear is going to produce some self-pity. അതിലുണ്ടാവുന്ന പേടി എന്നിൽ സെൽഫ് പിറ്റി, ഞാൻ തന്നെ എന്നോട് സങ്കടം പറയുന്ന ഒരവസ്ഥ, സെൽഫ് പിറ്റി. And resentment, വിദ്വേഷവും. This will block us off from the decision we made in step 3. അതിലേക്കാണ് വരുന്നത്. 3ാം പടിയിൽ നമ്മൾ തീരുമാനിച്ചു ഇച്ഛ ദൈവത്തിന് വിട്ടുകൊടുക്കാനുള്ളത്. ആ തീരുമാനത്തിൽ നിന്നും നമ്മൾ വേർതിരിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. അപ്പൊ 3ാം പടി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 3ാം പടിയിൽ എടുത്ത തീരുമാനം ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല, അതാണ്. അപ്പോ and from the decision we made in step 3 and from the sunlight of the spirit, as Bill W. പറയുന്നത് സൂര്യവെളിച്ചം പോലുള്ള ഒരു സ്പിരിറ്റ്, അത് കിട്ടില്ല എന്നുള്ളതാണ് ബിൽ ഡബ്ല്യൂയുടെ വാക്കുകളിൽ പറയുന്നത്. ബിഗ് ബുക്ക് പേജ് 66 The chances are good that we are going to drink again or go back to our compulsive behavior. കുടിക്കാം, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലുള്ള കുടിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന കമ്പൽസീവ് ബിഹേവിയർ, പിടിവാദ ഗുണങ്ങൾ, അതിലേക്ക് കുടിച്ചോളന്നില്ല, പക്ഷെ
കുടിക്കാതെ പിടിവാദത്തിലേക്ക് പോയാല് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് അതേ ഒരു അവസ്ഥയിൽ പണ്ടത്തെ നോൺ റിക്കവറി, അതായത് നമ്മള് മോചനത്തിന്റെ പാതയിൽ അല്ലാതാവുക. അതാണ്. The chances are good that we are going to drink again or go back to our compulsive behavior. What may happen if we do steps 1 and 7 perfectly? 1 തൊട്ട് 7 വരെ വളരെ ഭംഗിയായിട്ടും വളരെ കറക്റ്റായിട്ടും നമ്മൾ സ്റ്റെപ്പുകൾ ചെയ്തിട്ട് and then don't do steps 8 and 9, is that we may lose everything we have accomplished. ഇതുവരെ ചെയ്തിട്ടില്ല, അതായത് 7 പടി ചെയ്തിട്ട് 8ാമത്തെ 9ാമത്തെയും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് പറയാണ്. അങ്ങനെ പറ്റുമ്പോ ഇതുവരെ ചെയ്തതെല്ലാം ഒരു അർത്ഥശൂന്യമായി പോകും എന്നാണ് ഇവിടെ പറയുന്നത്. What we are doing here is getting rid of what Bill called our grosser handicaps. മൊത്തത്തിലുള്ള കുറവുകളെ നമുക്ക് അതിൽ നിന്ന് മോചിതരാവണം, അല്ലെങ്കിൽ അതിനെ വിട്ടുകളയാൻ, മൊത്തത്തിലുള്ള ഹാൻഡിക്യാപ്പിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു മാർഗത്തെ കുറിച്ചാണ് ബിൽ ഡബ്ല്യു പറയുന്നത്. These are things that dominate our minds. ഈ മൊത്തത്തിലുള്ള ഈ ഹാൻഡിക്യാപ്സ് തന്നെയാണ് നമ്മളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് നമ്മളെ ഒരു തരം ഡോമിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. Remember, we have committed ourselves to the whole process. നമ്മൾ മൊത്തത്തില് ഈ പ്രക്രിയ മൊത്തത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ നമ്മൾ തീരുമാനം എടുത്താണ്, നമ്മൾ കമ്മിറ്റ് ചെയ്താണ്. We can't just stop here and say, I am going to leave this part off. ഏതെങ്കിലും ഒരു ഭാഗം എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇത് ചെയ്യുന്നില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാൻ പാടില്ല, എന്നാണ് പറയാൻ സാധിക്കില്ല. It's like making a cake. If your recipe has 12 steps in it and you just do 7 and stop and you don't have a cake. ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഒരു 9 സാധനങ്ങൾ വേണമെങ്കിൽ അതിൽ 7 ചെയ്തിട്ട് ബാക്കി 2 ഇടാതിരുന്നു കഴിഞ്ഞാൽ അത് കേക്ക് ആവില്ല എന്നുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അവസ്ഥയായിരിക്കും നമ്മൾ ഇതേപോലെ ചെയ്യാതിരുന്നത്. Your ingredients and the effort you have already put into the first 7 steps will be wasted. നേരത്തെ പറഞ്ഞത് ഞാൻ മൊത്തത്തിൽ ചെയ്യാതിരുന്നാൽ പാർഷ്യലായിട്ട് ചെയ്തതിന്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ പോരായ്മകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. These are our grosser handicaps, resentments, fear and guilt and remorse about the past. If we don't do steps 8 and 9, these things continue to dominate our minds and block us from God. നേരത്തെ പറഞ്ഞതന്നെ 3ാം പടി ചെയ്യാൻ പറ്റില്ല. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ഒരു തടസ്സമുണ്ടാക്കും. 8ഉം 9ഉം പടികൾ ചെയ്തില്ലെങ്കിൽ ഒരു ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഒരു തടസ്സമുണ്ടാവും. ദൈവം എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു ഫീലിംഗ് തന്നെയാണ്, ഞാൻ ഫീലിംഗ് ആയിട്ട് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ പ്രോഗ്രാം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വസ്ഥത ഞാൻ വിചാരിക്കുന്നു വേണമെങ്കിൽ അതിനെ ഞാൻ കാണുന്ന ദൈവമായിട്ടും എനിക്ക് പറയാം. എനിക്ക് ഈ പ്രോഗ്രാം ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോഴുണ്ടാവുന്ന ഒരു സ്വസ്ഥത, ആ സ്വസ്ഥതയെ ഞാൻ മനസ്സിലാക്കുന്ന ദൈവമായിട്ട് വേണമെങ്കിൽ എനിക്ക് കാണാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവം ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ബ്ലോക്ക് ആവും. ദൈവവുമായിട്ടുള്ള ബന്ധം ബ്ലോക്ക് ആയാൽ എന്താവും? ഞാൻ മുമ്പ് ദൈവവുമായിട്ട് ഉള്ള ബന്ധം ബ്ലോക്ക് ആയിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് പോകും. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇത് വായിച്ചത് കൊണ്ട്. Most of the negative things which go in our minds can be put under one of these headings, either resentment or self-pity, which is also resentment.
സെൽഫ് പിറ്റി, അവനവനോടുള്ള ഒരു 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 എന്താ സെൽഫ് പിറ്റി എന്താ പറയാ, അതായത് ഞാൻ തന്നെ എന്നെ പരിതാപകരമായിട്ട് കാണും. അത് ഒരുതരം റിസെന്റ്മെന്റ് ആണെന്നോ, വളരെ ശരിയാണ്. ഞാനും അത് മനസ്സിലാക്കുന്നത് കൊണ്ട് എനിക്കത് ശരിയാണെന്ന് തന്നെ തോന്നുന്നു. അപ്പൊ ഇതിപ്പോ എന്നോട് ദേഷ്യപ്പെടുന്നത് ഒരു റിസെന്റ്മെന്റ് ആണ്. എന്നോട് ദേഷ്യപ്പെടുന്നതിന്റെ വേറൊരു രീതിയാണ് സെൽഫ് പിറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഈ പറഞ്ഞ പോലെയുള്ള മോചനത്തിന്റെ എതിരായിട്ടുള്ള ഒരു പാത തന്നെയാണ്. Either resentment or self-pity, which is also resentment, or some form of fear, or guilt, or remorse. ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ. പേടി, കുറ്റബോധം, അല്ലെങ്കിൽ ഇതേപോലെ മൂഢത, ഇതെല്ലാം ഒരുതരം നെഗറ്റീവ്. അതായത് ഈ പ്രോഗ്രാം ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇപ്പോ മോചനത്തിൽ ഉണ്ടാവുന്ന നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുന്ന അവസ്ഥയുടെ നേരെ വിരോധാഭാസത്തോടുകൂടി സംഭവിക്കുന്ന കാര്യങ്ങൾ. ഫോർ സംതിങ് വി ഹാവ് ഡൺ ഓർ ഹാവ് ഇൻ ഡൺ. ഇത് അതായത് നമ്മള് പേടി, കുറ്റബോധം, അല്ലെങ്കിൽ ഇതേപോലെ മൂകത, ഫോർ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ ഒരു മനോഭാവത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. The completion of step 8 and 9 is the culmination of action steps. Now we are ready to receive the promises. These promises are really the things that we have been looking for all along. ഞാൻ എന്താണ് നോക്കിയിരുന്നു അതാണ് അത് കിട്ടുന്ന ഒരവസ്ഥ, കിട്ടുന്ന ഒരു അവസരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 8ാം പടിയും 9ാം പടിയും ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു കൾമിനേഷൻ, ഇതിനെല്ലാം കൂടിയിട്ടുള്ള ഒരിതാണ് ഈ ആക്ഷൻ സ്റ്റെപ്സ്. ഇതിന്റെ എല്ലാത്തിനും നൗ വി ആർ റെഡി ടു റിസീവ് ദ പ്രോമിസസ്. എന്താണോ വാഗ്ദാനങ്ങൾ നമുക്ക് തരാൻ പോകുന്നത്, അത് എടുക്കാനായിട്ട് നമ്മൾ റെഡിയായി, തയ്യാറായി. ദീസ് പ്രോമിസസ് ആർ റിയലി ദ തിങ്സ്. ഈ വാഗ്ദാനങ്ങളായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. ഇതാണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. അറിയാതെയാണ് മോചനത്തിന്റെ എതിരായിട്ടുള്ള പാതയിൽ പോയിട്ടുണ്ടായത്. വി ആർ ഗോയിങ് ടു നോ എ ന്യൂ ഫ്രീഡം ആൻഡ് ന്യൂ ഹാപ്പിനെസ്. നമ്മൾ വായിക്കാറുള്ളതാണ്. വി ആർ ഗോയിങ് ടു നോ എ ന്യൂ ഫ്രീഡം ആൻഡ് ന്യൂ ഹാപ്പിനെസ്. We will not regret the past nor wish to shut down the door on it. നമ്മൾ മീറ്റിങ്ങുകളിൽ വായിക്കുന്നതാണ്, വാഗ്ദാനങ്ങൾ വായിക്കുന്നതാണ്. നമ്മളൊരു ഒരു പുതിയ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ഒരു പുതിയൊരു സന്തോഷം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. We will not regret the past. നമ്മൾ നേരത്തെ സംഭവിച്ച കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ പശ്ചാത്താപിക്കാതിരിക്കുക എന്നുള്ളതാണ്. നോർ വിഷ് ടു ഷട്ട് ദ ഡോർ. അപ്പൊ അത് രണ്ടും ഉണ്ട്. പശ്ചാത്താപിക്കാതിരിക്കുക എന്നതിന്റെ അർത്ഥം അതിന്റെ മുമ്പ് ഒരു വാതിലടയ്ക്കുക എന്നുള്ളത്. അതായത് ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളത്. ആ ഒരു കാര്യങ്ങളെ അതിന് എന്ത് ഉത്തരവാദിത്വമാണോ ഞാൻ ഏറ്റെടുക്കേണ്ടത്, അത് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ നേർക്ക് വാതിൽ കൊട്ടിയടയ്ക്കാതെ ഞാൻ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യില്ല എന്നുള്ളതാണ് സാധിക്കുന്ന കാര്യം. തീർച്ചയായും എന്താ വെച്ചാൽ ചിന്തിച്ചാൽ എൻ്റെ ഒരു ഇതാണ് കേട്ടോ. നമ്മളൊരു തെറ്റ് ചെയ്തു പോയി, തീർച്ചയായിട്ടും അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ പോലും അത് അറിവില്ലായ്മ. എന്താ അറിയോ, ആ സമയത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു തെറ്റാണെങ്കിൽ പോലും ആ തെറ്റ് ചെയ്യരുത് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് അറിവില്ലായ്മ തന്നെയാണ്. അപ്പൊ അത് പിന്നെ അത് സംഭവിച്ച ശേഷമാണ് ഈ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ ആത്മാവ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്കറിയില്ല, അതെന്തും പറയാം, ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം അത് എന്നോട് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പൊ ആ സമയത്ത് മാത്രമേ മനസ്സ് ഈ രീതിയിലേക്ക്, ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരും. അപ്പോഴേ ഇത് ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് സംഭവിച്ചതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ അയ്യോ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്നൊരവസ്ഥയിൽ ഇരിക്കുന്നത് നല്ലതല്ല. അതിനെയാണ് ഈ സെൽഫ് പിറ്റി അല്ലെങ്കിൽ
റിമോഴ്സ് എന്നൊക്കെ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതേ സമയത്ത് അതിൽ നിന്നും പഠിക്കാനുള്ളത്, അതിൽ നിന്നും അറിയാനുള്ളതിന് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെ. We will comprehend the word serenity and we will know peace. We will comprehend the word serenity. സുബോധം എന്നുള്ളതിനെ നമ്മൾ ഒരു മൊത്തത്തിൽ മനസ്സിലാക്കാനേ സാധിക്കുള്ളൂ. ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ആൻഡ് വി വിൽ നോ പീസ്. ആ സമാധാനം എന്നുള്ളത് അഗെയിൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വി വിൽ നോ പീസ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഫീലിംഗ് ആണ്. നോയിങ് പീസ് അതൊരു ഫീലിംഗ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഇന്ന് മദ്യപിക്കാതിരിക്കുമ്പോൾ സമയത്ത് ഓരോരുത്തരും ഓരോരു തലത്തിൽ ഈ സുഖം അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നോ മാറ്റർ ഹൗ ഫാർ ഡൗൺ ദ സ്കെയിൽ വി ഹാവ് ഗോൺ. അത് തന്നെയാണ് നമുക്ക് പറഞ്ഞില്ലേ, ഓരോരുത്തരും ഓരോ തലത്തിലായിരിക്കും. എത്ര ദൂരം നമ്മൾ പോയി, അല്ലെങ്കിൽ ഇതിനൊരു വാരക്കോല് വെക്കുകയാണെങ്കിൽ അത് എന്തും ആയിക്കോട്ടെ. ചിലവര് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, നമ്മൾ ഇത്രയൊന്നും ചെയ്തിട്ടില്ല ഈ പ്രോഗ്രാം. സോ വാട്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം ദൈവ നിശ്ചയമാണെന്ന് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നോ മാറ്റർ ഹൗ ഫാർ ഡൗൺ ദ സ്കെയിൽ വി ഹാവ് ഗോൺ, we will see how our experience can benefit others. നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അവനവന്റെ അനുഭവം മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. അതാണ് നമ്മൾ 12-ാം പടിയൊക്കെ ചെയ്യുമ്പോഴും അത് ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് 12-ാം പടി ഒരുപക്ഷെ വിജയകരമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിജയകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 12-ാം പടി ചെയ്ത ആള് പ്രോഗ്രാമിലേക്ക് വന്നോളണം എന്നുള്ള ഉറപ്പല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശരിയായി ചെയ്തു എന്നുള്ള ഒരു മനോഭാവം നമുക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ഒരവസ്ഥയെ കുറിച്ചാണ്. How our experience can benefit others. That feeling of usefulness and self-pity will disappear. That feeling of uselessness, usefulness. That feeling of uselessness and self-pity will disappear. ഈ സെൽഫ്-പിറ്റിയും യൂസ്ലെസ്നെസ്സും എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ തന്നെ എൻ്റെ വില, എനിക്കുള്ളൊരു വിലയെക്കുറിച്ച് ഞാൻ താഴ്ന്നു കാണുക, ഞാൻ തന്നെ എന്നെ പലപ്പോഴും എന്നെ കുറ്റപ്പെടുത്തി ചിന്തിക്കുക, അതൊക്കെ പോയാലേ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ മോചനത്തിന്റെ പാതയിൽ ഉള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഒരു കാര്യത്തെ കുറിച്ചാണ്. അപ്പൊ അത് ഇല്ലാതാവും. ഇങ്ങനെ ചെയ്യുമ്പോഴാണിത്. We will lose interest in selfish things and gain interest in our fellows. നമ്മളുടെ മറ്റുള്ള സുഹൃത്തുക്കളും ആയിട്ടുള്ള അവരിലുള്ള ഒരു പരിഗണന, അല്ലെങ്കിൽ അവരിലുള്ള ഒരു താല്പര്യം വർദ്ധിക്കുകയും ഞാൻ എന്റേത്, എന്റെ കാര്യം, ഞാൻ എന്നുള്ള ഒരു താല്പര്യം കുറയുകയും ചെയ്യും എന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും സെൽഫ് സീക്കിംഗ് വിൽ സ്ലിപ്പ് അവേ. എനിക്കത് വേണം, എനിക്കിത് വേണം, ഒരുപാട് ആർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം അത് ഒഴിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. അവർ ഹോൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഔട്ട്ലുക്ക് അപ്പോൺ ലൈഫ് വിൽ ചേഞ്ച്. ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. ഇതൊക്കെ സംഭവിച്ചാലേ കുടിക്കാതിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്കിവിടെ കൂട്ടിച്ചേർക്കാൻ തോന്നുന്നത്. ഒരുപക്ഷെ നമ്മള് ഇന്ന് കുടിക്കാതിരിക്കുന്നതിൽ എങ്ങനെ വേണമെങ്കിലും കാണാം. പക്ഷെ ഞാനിപ്പോ ഇത് വായിക്കുമ്പോൾ എനിക്ക് അതാ തോന്നുന്നു. ഞാൻ ഇന്ന് കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഞാനിതെന്റെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണെന്ന് അല്ല ഞാൻ പറയുന്നു. ഞാൻ ഈ പ്രോഗ്രാമിൽ നിന്നുകൊടുത്തപ്പോൾ ഈ പ്രോഗ്രാം എനിക്ക് വേണ്ട പോലെ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എനിക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോ നേരത്തെ പോലുള്ള ഇതേപോലുള്ള എന്റെ വർത്തിനെ കുറിച്ച് തരം താണു കാണുക, അല്ലെങ്കിൽ ഒരുതരം മൂകത എപ്പോഴും ആവശ്യമില്ലാതെ 100% എന്നിൽ നിന്നും പോയി എന്നല്ല ഞാൻ പറയുന്നത്. അവ വരുമ്പോൾ എനിക്ക് തിരിച്ചറിയാനും അത് പ്രവർത്തിച്ചു മാറ്റാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെയാണ് മറ്റുള്ള ഈ
കൂട്ടായ്മയിലുള്ള മറ്റുള്ളവർ എന്നെ പല രീതിയിലും സഹായിക്കുന്നു. കൂട്ടായ്മയിലുള്ള ഓരോരുത്തരുടെ അടുത്തു നിന്നും പഠിക്കാനും ആ ഒരു മനോഭാവം എന്നിൽ ഉണ്ടാക്കപ്പെടുന്നു. അത് തന്നെയാണ് ഈ പ്രോഗ്രാം എന്നിൽ പ്രവർത്തിക്കുന്നു ഞാൻ പറയുന്നു. ഫിയർ ഓഫ് പീപ്പിൾ ആൻഡ് ഓഫ് എക്കണോമിക് ഇൻസെക്യൂരിറ്റി വിൽ ലീവ് us. ഞാനിപ്പോ കഴിഞ്ഞ അടുത്ത കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ സാമ്പത്തിക ഇതിനെക്കുറിച്ച്, സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് എനിക്ക് അമിതമായിട്ടുള്ള ഒരു പേടിത്തൊണ്ടനാണ് ഞാൻ. ഇത് ഞാൻ ഓപ്പണായിട്ട് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുമ്പോ തന്നെ ഞാൻ എന്റെ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ അത് ഈ പ്രോഗ്രാം എന്നെ സഹായിക്കുന്നു. ആദ്യം അത് ഐഡന്റിഫൈ ചെയ്യാൻ എന്നെ സഹായിക്കുന്നു. അത് ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ ഇന്നിപ്പോ എന്റെ കയ്യിൽ എന്തെങ്കിലും സാമ്പത്തികം ഞാൻ എന്തെങ്കിലും സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല ഇത് ഞാൻ ഇങ്ങനെ A+B² A² + 2AB ആ രീതിയിൽ, അല്ലെങ്കിൽ വേറെ വല്ല മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലോ അല്ലെങ്കിൽ എന്റെ സാമർത്ഥ്യത്തിന്റെ ഒരു അടിസ്ഥാനത്തിലോ ഞാൻ ഇത്ര കാലത്തിൽ ഇത്ര പൈസ ഉണ്ടാക്കും, ഇത്ര പൈസ ഞാൻ ബാങ്കിൽ ഇട്ടുവെക്കും, ഒന്നുമല്ല. എന്തൊക്കെയോ സംഭവിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെയുള്ള ഞാന് ഈ സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് ഞാൻ എന്തിനാ ചിന്തിക്കുന്നു? ഞാൻ ഒന്നും ചെയ്തിട്ടല്ല ഇന്ന് സാമ്പത്തികത്തെ കുറിച്ച് വിടും. ഇന്ന് 2 നേരമോ 3 നേരമോ ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും ഒരു വീടുണ്ട്. ഞാൻ ഈ രീതിയിൽ ഞാൻ ജീവിക്കുന്നു. ഇതിൽ കൂടുതലായിട്ട് എനിക്ക് അപ്പൊ അത് തീർച്ചയായിട്ടും എന്നെക്കാളും വലിയൊരു ശക്തി ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് തന്നിട്ടുള്ളതാണ്. അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാം, എന്റെ ഭാര്യ എന്നെ വിട്ടുപോയില്ല. എനിക്ക് വേറെ എന്റെ കുടുംബത്തിലുള്ള പലതരത്തിലുള്ള ഡിസാസ്റ്റർ, പിന്നെ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ, അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായില്ലല്ലോ. അപ്പോ ഇതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള എന്നിലുള്ള അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നു. ഇത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോ ഇന്ന് പോയി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ നമ്മൾ ഈ മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, അതുകൊണ്ട് ഒരു സ്വസ്ഥത ഇപ്പൊ കിട്ടിയത് കൊണ്ട് ഇത് പെർമനന്റ് ആയിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ ലെവല് മാറും എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഫിയർ ഓഫ് പീപ്പിൾ ആൻഡ് എക്കണോമിക് ഇൻസെക്യൂരിറ്റി വിൽ ലീവ് us. തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടും അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വി വിൽ ഇൻറ്റ്യൂട്ടീവ്ലി നോ ഹൗ ടു ഹാൻഡിൽ സിറ്റുവേഷൻസ് that used to baffle us. നേരത്തെ നമ്മളെ ഞെട്ടിപ്പിച്ചിരുന്ന കാര്യങ്ങളെ എങ്ങനെ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യാം എന്ന് നമ്മൾ ഒരു ഉൾവിളി വന്ന പോലെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. We will suddenly realize that God is doing for us what we could not do for ourselves. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ദൈവം ചെയ്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഇരുന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ എത്രയോ വട്ടം ചാവേണ്ട ആളാണ്. അതിപ്പോ എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ എന്റെ കാര്യം തിരിച്ചറിയുമ്പോൾ ഞാൻ പറയാണ് അത്രയും. If we look at the promises, we will see that ഇത് ബിഗ് ബുക്ക് 83-84 പ്രോമിസസ് ആണ്. ഇത് നമ്മൾ കൂടെ മീറ്റിംഗിലും വായിക്കാറുണ്ട്. If we look at the promises, we will see that these are the things we are trying to get from our old destructive practices. If we look at the promises, we will see that these are the things we were trying to get from our old destructive practices. We were trying to wrestle these things out of life with alcohol. അതാണ് ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതാണ് എന്റെ കുഴപ്പം. അതുകൊണ്ട് അങ്ങനെയാണ് എന്റെ അഡിക്ഷൻ എന്നെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. അപ്പോ അതിനൊരു പരിഹാരമായിട്ടാണ് മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഡ്രഗോ അല്ലെങ്കിൽ ആഹാരം, റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ, ഗാംബ്ലിംഗ് ഓർ വാട്ടെവർ, എന്തോ ആവട്ടെ, എസ്കേപ്പ് വി വർ യൂസിങ്.
എസ്കേപ്പ്. അപ്പൊ അത് ഇതിന്ന് മറികടക്കാനായിട്ട്, ഇതിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. Now that we have removed these things that blocked us from God, അതുകൊണ്ടാണ് ഇത് ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ തടഞ്ഞു നിർത്തിയ ഈ സംഗതികളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തപ്പോ എന്ത് പറ്റി? Now that we have tapped this unsuspected inner source, ഒരു സംശയമില്ലാത്ത ഒരു അവനവന്റെ ഉള്ളിലുള്ള ഒരു സോഴ്സ്, അതിനെ നമുക്ക് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു റിസോഴ്സാണ് അത് നമുക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഒരു റിസോഴ്സാണ്. ഈ റിസോഴ്സ് മറച്ചു പിടിച്ചുകൊണ്ടായിരുന്നു നേരത്തെ മദ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനെ ഇപ്പൊ ടാപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. We have found a power more beneficial than the power we found in alcohol or drugs or other compulsions. അപ്പൊ അതിനെ ഒരു ബാസ്ക്കറ്റിൽ ഇടുകയാണ്. അത് മദ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പൽഷൻസ് ആയിക്കോട്ടെ, അതിൽ ആശ്രയം വെച്ചുകൊണ്ട് നേരത്തെ ചെയ്തിരുന്ന ഒരു തരം വിഡ്ഢിത്തരങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പവറിനെ ഒഴിവാക്കിക്കൊണ്ട് ശരിയായ ഈ നേരത്തെ പറഞ്ഞ എന്റെ ഇന്നർ പവറിനെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു, അല്ലെങ്കിൽ അതിനെ എടുക്കാൻ സാധിച്ചു, അതിനെ ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ. At one time, the power of these things seemed satisfactory to us, that they turned on us and became our destruction. We abandoned them in step 1 and made a decision in step 3 on a new power we had begun to find in step 2. With step 9, we have completed the action. We have found the inner resource of strength. We have found the inner resource of strength, and that power has solved our worst problem. ഒരു കാലത്ത് the power of these things seemed satisfactory. probably മദ്യം കുടിക്കാൻ തുടങ്ങിയ സമയത്ത് വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു, മാനസികാവസ്ഥയായിരുന്നു. അത് തന്നെയാണ് കാലപ്പഴക്കം അല്ലെങ്കിൽ കാലത്തിന്റെ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾക്ക് എതിരായിട്ട് തിരിഞ്ഞതും നമ്മളുടെ അധപ്പതനം ഉണ്ടാക്കിയത് അത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ എന്താ പറ്റിയത്? വി അബാൻഡൻഡ് ദം ഇൻ സ്റ്റെപ്പ് 1. ഒന്നാം പടിയിൽ എന്താ ചെയ്തത്? മദ്യത്തിന്റെ മുന്നിൽ ഞാൻ ശക്തിഹീനനാണ്, എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന ഒരു പടിയിലൂടെ നമ്മൾ അതിനെ അബാൻഡൻ ചെയ്തു, ഒഴിവാക്കി എന്നുള്ളതാണ്. ആൻഡ് മെയ്ഡ് എ ഡിസിഷൻ. മൂന്നാം പടിയിൽ ഒരു തീരുമാനം എടുത്തു. ഇച്ഛയും ജീവിതവും ദൈവത്തിന്റെ അടുത്ത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഓൺ എ ന്യൂ പവർ. അവിടെ ഏത് ദൈവമാണ്? നമ്മൾ രണ്ടാം പടിയിൽ കണ്ട ദൈവം. അതാണ് രണ്ടാം പടിയിൽ കണ്ട ദൈവത്തിനോട് മൂന്നാം പടി ചെയ്യാൻ ആയിട്ട് നമുക്ക് സാധിച്ചു. വിത്ത് സ്റ്റെപ്പ് 9 വി ഹാവ് കംപ്ലീറ്റഡ് ദി ആക്ഷൻസ്. അപ്പൊ ഇവിടേക്ക് എടുത്ത തീരുമാനങ്ങളെ നടപ്പിലാക്കൽ 9ാം പടിയോടുകൂടി നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ചെയ്തത് കൊണ്ട് എന്തായി? എന്റെ ഉള്ളിലുള്ള റിസോഴ്സ്, എന്റെ ഉള്ളിലുള്ള സ്രോതസ് എനിക്ക് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ആ ഒരു ശക്തി, അല്ലെങ്കിൽ ആ ഒരു ശക്തിയുള്ള ഒരു സ്രോതസ് എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ആ ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ ആ പവറാണ് എന്റെ ഈ പ്രോബ്ലം, ഈ ഗതികെട്ട ഈ പ്രശ്നത്തെ എനിക്ക് അതിനെ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ എന്നെ സഹായിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ നമ്മളെ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി അടുത്തത് 10ാം പടിയാണ്. ഏതായാലും സമയമായിരിക്കുന്നു.